ഐ ഓൾവേസ് ബി ആൻ ആക്ടിവിസ്റ്റ്. എൻ്റെ വർക്കിംഗ് സ്പേസിൽ ഞാൻ എപ്പോഴും ഒരു ആക്ടിവിസ്റ്റ് തന്നെയായിരിക്കും. അത് മാറുന്നിടം വരെ. കാര്യം ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആ സിസ്റ്റം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പുറത്ത് നിന്ന് നിങ്ങളതൊന്ന് മാറ്റിക്കൂടെ, നിങ്ങൾക്ക് മാറ്റിക്കൂടെ എന്ന് പറയുന്നതിനേക്കാളും ഞാനായിട്ട് ഇറങ്ങി തിരിച്ച് മാറ്റിയല്ലേ, എൻ്റെ വീടല്ലേ, അപ്പം ഞാൻ ക്ലീൻ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇറ്റ് ഇസ് മൈ ഹൗസ്, ഐ വിൽ ഓൾസോ ക്ലീൻ ഇറ്റ്. ഐ വിൽ മേക്ക് അതേഴ്സ് ഓൾസോ പിക്ക് അപ്പ് ദെയർ ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അത് വാഷിംഗ് മെഷീനിൽ ഇത് ചെയ്യൂ എന്ന് പറയുന്ന പോലെ വിൽ ഓൾവേസ് ഡു ദാറ്റ്. സോ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുവരെ എനിക്ക് ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിൽ കവിഞ്ഞ് മറ്റേതിലേക്ക് പോകുമ്പോൾ ഞാൻ മെച്ചമായിട്ടുള്ള ഒരു അഭിനയം ഞാൻ പ്രകടിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സിനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരുപക്ഷെ ഇലക്ഷന്റെ ടൈമിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് പാർവതി ഒരിക്കൽ പ്രെഡിക്റ്റ് ചെയ്തത്. അങ്ങനെയാണോ സംഭവിക്കുക? അതുവരെ കാത്തിരിക്കണോ? അതുപോലും ഉണ്ടായില്ലല്ലോ. ആസ് ഇൻ ദ